ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട്. അത് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പം അതിലേക്ക് മാങ്ങ കൊത്തി അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ച്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പേസ്റ്റായിട്ട് അരയ്ക്കാൻ വിചാരിച്ചു. കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, വിനീഗർ, പിന്നെ ഉലുവയും കായും പൊടിച്ചതും വേണം. അപ്പോൾ ചെറിയൊരു അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്കിതൊന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ച് വരാം. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. എനിക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മൂത്ത് വരട്ടെ. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി കൊടുത്താറുണ്ട്. കാശ്മീരി ഇല്ല, കഴിഞ്ഞു. പെട്ടെന്നല്ല ഉണ്ടാക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ഇന്ന് മൂത്ത് വരട്ടെ നന്നായി. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം വറുത്ത് പൊടിച്ച് വെച്ചതുണ്ട്, അത് ചേർന്നപ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കും. പെട്ടെന്ന് ചെയ്തെടുത്തൊരു മാങ്ങച്ചാറാണ്. മീനച്ചാറുകളുണ്ട്. അപ്പോൾ അവിടെ നോമ്പെടുത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ മാങ്ങയെടുത്ത് ഞാനൊന്ന് ചെയ്തതാണ്. ഇതിൽ ഉലുവും കായൊക്കെ പൊടിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക.